അർബൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. സൈന്ധവ നാഗരികതയുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ നാഗരിക സവിശേഷതകളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഭാഗം. അതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്, സാങ്കേതികമായിട്ട് മേന്മയുള്ള ഒരു പരിഷ്കൃത രൂപത്തിലുള്ളതുമായിട്ടുള്ള ഒരു നഗരാസൂത്രണം, ആധുനിക നഗരങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു നഗരാസൂത്രണം ഇൻഡസ് നാഗരികതയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരങ്ങൾ ഈ പ്രദേശത്താണ് ആവിർഭവിച്ചു വന്നത്. ഈ സിന്ധു നദിയുടെ തടങ്ങളിലാണ് ആവിർഭവിച്ചത്. ഈ നഗരാസൂത്രണത്തിന്റെ മേന്മയും ഗുണവും ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ഈ നഗരവാസികളുടെ നഗരാസൂത്രണത്തെക്കുറിച്ചുള്ള അറിവ്, നഗര ഭരണ സംവിധാനത്തിന്റെ എഫിഷ്യൻസി, അവര് പൊതുജനാരോഗ്യത്തിന് വലിയ പരിഗണന നൽകിയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഹാരപ്പൻ നഗരവാസികൾ, ഹാരപ്പ നമുക്ക് നൽകുന്ന ചില അറിവുകളാണ്. ഈ നഗരാസൂത്രണം, ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ഗ്രിഡ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടൗൺ പ്ലാനിങ്ങുകൾ ഈ നഗരങ്ങളിലെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് നഗരത്തെ ചതുരാകൃതിയിലുള്ള പല ബ്ലോക്കുകളാക്കി, അതോടൊപ്പം വീടുകള്, തെരുവുകള്, മറ്റു നിർമ്മിതികളെല്ലാം ചതുരാകൃതിയിൽ നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലോക്കുകളാക്കി മാറ്റി അതിനിടയിലൂടെ വഴികളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു രീതി, ഇതിനാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവരെ ഹാരപ്പൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ നമുക്ക് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും, ആ ഗ്രിഡ് സിസ്റ്റം. പ്രധാനപ്പെട്ട നഗരങ്ങൾക്കെല്ലാം രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പ, മൊഹൻജൊദരോ, കാളിബംഗൻ തുടങ്ങിയിട്ടുള്ള നഗരങ്ങൾക്കെല്ലാം സിറ്റാഡൽ ആൻഡ് ലോവർ സിറ്റി എന്ന് പറയുന്ന രണ്ട് നഗര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സിറ്റാഡൽ എന്ന് പറയുന്നത് ഒരു ഉയർത്തപ്പെട്ട, അതായത് മൺകട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തപ്പെട്ട നഗരത്തിന്റെ ഭാഗമാണ്. ഒരു പ്ലാറ്റ്ഫോംഡ് സിറ്റിയാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. ലോവർ സിറ്റി സാധാരണ ജനങ്ങളുടെ അധിവാസ കേന്ദ്രമാണ്. പിന്നീട് സിറ്റാഡൽ എപ്പോഴും നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത്, വെസ്റ്റേൺ പാർട്ടിലാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അത് ഇവിടെ സാധാരണ ലോവർ സിറ്റിയിൽ സാധാരണ ജനങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളാണ്. സിറ്റാഡൽ ഭരണവുമായി ബന്ധപ്പെട്ട വരേണ്യ വർഗ വിഭാഗത്തിന്റെ പ്രവർത്തന ഇടവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇനി അതിന്റെ ഈ അഴുക്കുചാൽ സംവിധാനം, ഡ്രെയിനേജ് സിസ്റ്റം, ഈ ഇൻഡസിലെ ജനങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനം അഥവാ അഴുക്കുചാൽ സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നു, അവർ നിലനിർത്തിയിരുന്നു എന്നുള്ളത്. എല്ലാ വീടുകൾക്കും ഡ്രെയിനേജുകൾ ഉണ്ടായിരുന്നു, അഥവാ വേസ്റ്റ് വാട്ടർ ഒഴുക്കിക്കളയുന്നതിനുള്ള മാർഗമുണ്ടായിരുന്നു. അവ നഗരത്തിലെ പ്രധാനപ്പെട്ട ഡ്രെയിനേജുമായി ബന്ധിപ്പിച്ചു. ഈ ഡ്രെയിനേജുകൾ മൺകട്ടകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു, അതോടൊപ്പം സ്റ്റോൺ സ്ലാബുകൾ ഉപയോഗിച്ച് അത് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നഗരങ്ങളിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ഡ്രെയിനേജുകളെല്ലാം നഗരത്തിന്റെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞിരുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ആധുനിക പട്ടണങ്ങളുടെ ഒരു ആസൂത്രണത്തെക്കാളും വളരെ മികവുറ്റ ഒരു അഴുക്കുചാൽ സംവിധാനം ഹാരപ്പക്കാർ നിലനിർത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. മൊഹൻജൊദാരോയിലുള്ള ഒരു വലിയ നിർമ്മിതിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു നിർമ്മിതിയാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം. ഇതിന് 39 അടിയാണ് ഇതിന്റെ നീളം, 23 അടി ഇതിന്റെ വീതിയുണ്ട്. ഇതിന്റെ ആഴം എന്ന് പറയുന്നത് 8 അടിയാണ്. അതോടൊപ്പം രണ്ട് വശത്തു നിന്നും ഇതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുണ്ട്. വസ്ത്രങ്ങൾ മാറുന്നതിനോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള കുറച്ച് റൂമുകൾ, സൈഡ് റൂമുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ജലസംഭരണി അല്ലെങ്കിൽ ഒരു ടാങ്ക് അല്ലെങ്കിൽ കിണർ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അതിൽ നിന്നും ഫ്രഷ് വാട്ടർ ഈ ഗ്രേറ്റ് ബാത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഗ്രേറ്റ് ബാത്തിൽ ഉണ്ടായിരുന്ന മലിനജലം പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഡ്രെയിനേജും ഇതിന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്രേറ്റ് ബാത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ. മറ്റൊരു നിർമ്മിതി എന്ന് പറയുന്നത് ഗ്രാനറിയാണ്, ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. അത് മൊഹൻജൊദാരോയിലും ഹരപ്പയിലും ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. പല ബ്ലോക്കുകളിലായിട്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. മൊഹൻജൊദാരോയിലെ ഏറ്റവും വലിയൊരു നിർമ്മിതി ഇതായിരുന്നു. ഹരപ്പയിലും ഏകദേശം 27 ബ്ലോക്കുകളിലായിട്ടൊക്കെ ഗ്രാനറികൾ നിർമ്മിച്ചിട്ടുണ്ട്.
പിന്നെ സാനിറ്റേഷൻ സിസ്റ്റം അഥവാ പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും നല്ല ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നത് ഹാരപ്പക്കാർക്കായിരുന്നു. വീടുകൾക്ക് കിണറുകൾ ഉണ്ടായിരുന്നു. വീടുകളിലെ മലിനജലം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. മൺ സ്ലാബ് കൊണ്ട് മൂടിയ ഓടകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ആധുനിക വേസ്റ്റ് മാനേജ്മെന്റുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംവിധാനം. ആധുനിക പട്ടണങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മാലിന്യങ്ങളാണ് ഇന്നത്തെ നഗരങ്ങളുടെ വലിയ പ്രശ്നം. അപ്പം ഇത്തരം ആധുനിക നഗരങ്ങൾക്ക് അവർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഹാരപ്പൻ നാഗരികത നൽകുന്നുണ്ട്. അത് അവരുടെ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കലയും വാസ്തുശില്പകലയും. ഹാരപ്പക്കാരുടെ വാസ്തുശില്പകല ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കുറെ നിർമ്മിതികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറികള്, അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണശാല, ലോത്തലിനടുത്ത് അത് അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. ദെൻ മൺകട്ടുകളുടെ പല നിർമ്മിതികളുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മൺകട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ സീലുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ വെങ്കല പ്രതിമ, ഡാൻസിങ് ഗേളുടെ വെങ്കല പ്രതിമ, അങ്ങനെയുള്ള വ്യാപകമായ നിർമ്മിതികൾ ഹാരപ്പക്കാർ ചെയ്തിട്ടുണ്ട്. ഹാരപ്പൻ ജനത ഒരു നല്ല വാസ്തുശില്പ കലയിലും നല്ല പ്രാവീണ്യമുള്ള ഒരുപാട് കലാകാരന്മാര് അല്ലെങ്കിൽ കരകൗശല വിദഗ്ധന്മാരുള്ള ഒരു നാഗരികതയായിരുന്നു. ഇനി സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയും. ഹാരപ്പൻ ലിപി പൂർണ്ണമായി വായിച്ചെടുത്തിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹാരപ്പൻ ലിപി ഒരു ചിത്രലിപിയാണെന്നാണ് അനുമാനിക്കുന്നത്. ഇതിൽ ഏകദേശം 400 മുതൽ 600 വരെയുള്ള സൈനുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൈനുകൾ എന്ന് പറയുന്നത് ഒരു 40 മുതൽ 60 വരെയാണ് ബേസിക് സൈനുകൾ ഉള്ളത്. ഹാരപ്പയിൽ ഉടനീളം കാണുന്ന സീലുകളിൽ അല്ലെങ്കിൽ ക്ലേ ടാബ്ലറ്റ്സുകളിലെല്ലാം ഹാരപ്പൻ സ്ക്രിപ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ചരിത്രകാരന്മാർ ഈ സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ പല സിദ്ധാന്തങ്ങളുണ്ട്. ദ്രവീഡിയൻ ഭാഷയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതോടൊപ്പം ബ്രഹ്മി സ്ക്രിപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വായിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഹാരപ്പയെ കുറിച്ചുള്ള അറിവ് ഒന്നുകൂടി വിപുലപ്പെടുകയും അല്ലെങ്കിൽ നിലനിൽക്കുന്ന കുറെ അറിവുകൾ തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. ഇനി കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത്. ഹാരപ്പൻ ജനത നഗരവാസികളായതുകൊണ്ട് തന്നെയാണ് അവർ കച്ചവടക്കാരോ കരകൗശല വിദഗ്ധന്മാരോ ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നോൺ പ്രൊഡ്യൂസിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. And the people of Harappan cities had maintained an exchange or trade relation with nearby areas, nearby town people, or trade relation with far away places. പേർഷ്യൻ ഗൾഫുമായിട്ട് മെസപ്പൊട്ടോമിയൻ നാഗരികതയിലെ നിവാസികളുമായിട്ടൊക്കെ ഹാരപ്പക്കാർ കച്ചവട ബന്ധം നിലനിർത്തിയതിന്റെ തെളിവുകൾ ലഭ്യമാണ്. ഹാരപ്പയില് അല്ലെങ്കിൽ സൈന്ധവ നാഗരികതയുടെ തടങ്ങളിൽ സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾക്കൊള്ളുന്ന ഒരു നദീവ്യൂഹം, നദീ സംവിധാനമുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന റിവർ ട്രാൻസ്പോർട്ട് സംവിധാനം, നദീ ജലഗതാഗത സംവിധാനമൊക്കെ ഹാരപ്പൻ ജനത ഉപയോഗപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഹാരപ്പയുടെ വിവിധ പ്രദേശങ്ങളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പല പ്രദേശങ്ങളിലേക്കും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, സീലുകൾ, ഇതെല്ലാം ട്രേഡ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി ആയിട്ട് ആണ് ഉള്ളത് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നീട് ഈ സീലുകൾ തന്നെ മെസപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്നു. ഹാരപ്പൻ സീലുകൾ കുറച്ച് മെസപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ സീലുകൾ ഹാരപ്പയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ റെക്കോർഡുകളിൽ പരാമർശിക്കുന്ന മെലൂഹ എന്ന നഗരം അത് ഹാരപ്പയിൽ ഒരു നഗരമാണ് എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. ഈ പറയുന്നതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരുന്ന ബീഡുകളാണ്, ഹാരപ്പയിൽ ഉണ്ടായിരുന്ന വൈരക്കല്ലുകളൊക്കെയാണ്. ഇനി അതോറിറ്റി ആൻഡ് ഗവേണൻസ് അഥവാ ഭരണവർഗം. ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇൻഡസ് നഗരങ്ങൾക്ക് പൊതുവായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒത്തിരി അധികം തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും.
മൺപാത്രങ്ങളുടെ നിർമ്മിതിയിലും മുദ്രകളുടെ അഥവാ സീലുകളുടെ ഒക്കെ നിർമ്മിതിയിൽ ഏകരൂപമുള്ളത്. അതോടൊപ്പം അളവ് തൂക്ക ഉപകരണങ്ങളുടെ സാദൃശ്യം അതിനും ഒരു ഏക രൂപമുള്ളതെല്ലാം ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. അതോടൊപ്പം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിംഗ്, ഡ്രെയിനേജ് സിസ്റ്റം ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു അഴുക്കുചാൽ സംവിധാനം, വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം എല്ലാം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഭരണ സംവിധാനം, ഒരു അതോറിറ്റി, ഒരു ഗവേണൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെല്ലാം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കച്ചവടം ഉണ്ടാവുന്നത് അതിന്റെ തെളിവുകളാണ്. അപ്പൊ ഇത്രയാണ് ഹാരപ്പയുടെ നഗരികമായ അല്ലെങ്കിൽ അർബൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.